നമസ്കാരം, ഞാൻ അൽബനി. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ വീട്ടമ്മമാർക്കാണ് ഇത് കൂടുതൽ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്ക് വേദന, നമ്മുടെ ഉരത്തിന് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന ഒരു കണ്ടീഷൻ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞത്. ഇത് തുടക്കത്തിൽ നിസ്സാരമായിരിക്കാം, പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് മുടി പുട്ടപ്പ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ, അതായത് ബാക്കിലേക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് പോകും സാധാരണ രീതിയിൽ. അപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ കണ്ടീഷൻ അല്ല. അപ്പോൾ ഇതിന് നമുക്ക് ലഘുവായിട്ട്, അതായത് ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ ഒരുപാട് ക്രോണിക് ആവാത്ത കേസുകളാണ്. അതായത് നമ്മുടെ ഓരോ കേസിനും 3 സ്റ്റേജ് ഉണ്ട്. അപ്പം ഈ 3ാമത്തെ സ്റ്റേജിലേക്ക് പോകാതെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ ചെറിയ വ്യായാമ മുറകളും നമ്മുടെ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ വ്യായാമ മുറകൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് 2ാമത്തെ സ്റ്റേജിലേക്കും 3ാമത്തെ സ്റ്റേജിലേക്കും ഒരിക്കലും ഈ കണ്ടീഷൻ പോകാൻ നമുക്ക് തോന്നും. അപ്പോൾ ചെറിയ ഈ ഒരു ഷോൾഡർ സ്റ്റിഫ്നെസ് വരുമ്പോൾ തന്നെ വരും. ഷോൾഡറിന് സ്റ്റിഫ്നെസ് അല്ലെ സാരെല്ലാം മാറിക്കൊള്ളും എന്ന് വിചാരിക്കാതെ നിങ്ങൾ ആ ഷോൾഡറിന് ശരിയായിട്ടുള്ള എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പം ഇതിന് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ നമ്മുടെ ജോയിൻറ്റിനും ഓരോ മൂവ്മെൻറ്റ്, അതായത് നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഷോൾഡർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്, അതായത് കൈ പൊക്കാൻ സാധിക്കും, കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, കൈ സൈഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, കൈ അടുപ്പിക്കാൻ സാധിക്കും, then കൈ കറക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൈ കറക്കാൻ പറ്റത്തില്ല, പുറകിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും. കൈ മുകളിലേക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റും, നമുക്ക് അയലിലോ തുണി വിരിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് സംഭവിക്കും, നമുക്ക് മുടി പുട്ടപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുക, നല്ലപോലെ ആ മൂവ്മെൻറ്റ് സ്വന്തമായിട്ട്, ശകലം പെയിൻഫുൾ ആയിരിക്കും, എന്നാലും പെയിൻഫുൾ ആണെങ്കിലും ആ മൂവ്മെൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഷോൾഡർ അഡിഷൻ, അതായത് നമ്മുടെ മസിൽസ് ടിഷ്യൂസ് എല്ലാം കൂടെ അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറച്ചു പോകുന്നൊരു അവസ്ഥ വരും എല്ലാം കൂടെ. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഉപകരണങ്ങൾ വെച്ചുള്ള ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതായിട്ട് വരും ക്ലിനിക്കിൽ വന്നിട്ട്. എന്നാലേ അത് മാറേണ്ടതായിട്ട്, പിന്നെ ഡോക്ടറിനെ കണ്ട് വേറെ മെഡിസിനും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അല്പം എങ്കിലും നമ്മൾ ചെറിയ വേദനയൊക്കെ സഹിക്കേണ്ടി വരും നമ്മൾ ചെറിയ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ. എങ്കിലും ആ കൈയുടെ മുഴുവൻ മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങൾ മുകളിലേക്ക് ശക്തമായി കൈ ഉയർത്തുക, നിങ്ങൾ സൈഡിലേക്ക് മാക്സിമം കൈ ഉയർത്തുക, നിങ്ങൾ കൈ നേരെ കറക്കുക. ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതല്ലാതെ വേറെ ടിപ്പോട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റിഫ്നെസ്, അതായത് നമ്മളൊരു 2 ലിറ്റർ വരുന്ന കൊക്കോക്കോളയുടെ കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോട്ടിലുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അത് നമ്മൾ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച ശേഷം നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു ടേബിളിൽ നിങ്ങൾ ഒരു കൈ ഇങ്ങനെ പിടിച്ച ശേഷം മാക്സിമം ഈ കൈ നമ്മൾ മാക്സിമം ഹാങ് ചെയ്തൊക്കെ രീതിയിൽ കിടക്കുക. അപ്പോൾ ഹാങ് ചെയ്ത് ഈ കയ്യിൽ നമ്മുടെ ആ വെയിറ്റുള്ള നമ്മുടെ വെള്ളക്കുപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഈ വെള്ളക്കുപ്പി നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബോട്ടിൽ പതുക്കെ നമ്മൾ ഇങ്ങനെ പതുക്കെ കറക്കുക, മനസ്സിലായത്? അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വെയിറ്റ് വരുമ്പോൾ ഈ ഷോൾഡറിനാണ് ഈ വെയിറ്റ് ഇവിടെ പോകുന്നത്. കാരണം നമ്മൾ ഇങ്ങനെയല്ല പിടിക്കുന്നത്, ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ഷോൾഡറിൽ ആ വെയിറ്റ് പോകുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ, അതായത് ആ ജോയിൻറ്റ് സ്പേസ് ശക്കലം ഒന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റോട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, നമുക്ക് ആ മൂവ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ പ്ലസ് മൂവ്മെൻറ്റ് വരും. അത് തന്നെ നമ്മൾ സാധാരണ ഫ്രീ ആയിട്ട് പിന്നെ ബാക്കിയുള്ള എക്സസൈസും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ ഈ ഒരു ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം, അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം കയ്യിലേക്കൊക്കെ ഒരു നംനെസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് എക്സ്റേ എടുത്ത് നിങ്ങൾ ഓർത്തോപെഡിഷനെ കാണിച്ച് നിങ്ങളത് ഡയഗ്നോസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയറോട്ട് കംപ്രഷനോ അതൊക്കെ എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ കേസാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോൾഡറിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള എക്സസൈസ് സാധാരണ ചെയ്യുക. പിന്നെ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് കൈ ഉയർത്തുന്ന, നിങ്ങൾ ഒരു ഭിത്തിയിൽ കൈ വെച്ച് പതുക്കെ സ്റ്റെപ്പ് ലാഡർ എക്സസൈസ് എന്ന് പറയും. ഓരോ വിരൽ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയി മാക്സിമം നിങ്ങളുടെ കൈയുടെ റീച്ചിലെത്തിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയേണ്ട കാര്യം. ചെറിയ ഒരു ഷോൾഡർ പെയിൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ മൂവ്മെൻറ്റും നിങ്ങൾ വാച്ച് ചെയ്യുക. അതായത് കൈ പുറകിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ, കൈ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഒരു ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഏതാണോ നിങ്ങൾക്ക് കുറവായിട്ടുള്ള മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. പിന്നെ കൂടെ നിങ്ങൾ ചെറിയ ഹോട്ട് വാട്ടർ ബാഗൊക്കെ ഉപയോഗിച്ച് ചെറിയ ചൂടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലായിട്ടുള്ള, അതായത് ഒരു ഫ്രോസൺ ഷോൾഡർ വരാതെ അടുത്ത സ്റ്റേജിലേക്ക് പോവാതെ നമുക്കിത് തടയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ദയവായി എൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ കാണുക. ഞാൻ ചെറിയ ടിപ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.